നികുതിയൊക്കെ കൃത്യമായിട്ട് അടക്കലുണ്ട് ഈ? കഴിഞ്ഞ കൊല്ലം വരെ അടിച്ചിട്ടുണ്ട് ആചാരെ. അപ്പോഴേ ഇക്കൊല്ലത്തും കൂടി വേഗം അടക്കണം. ആ എന്നാ ഞാൻ പോവാ. ആ അബ്ദുള്ളേ, ഓ ഈ കച്ചവടത്തിൽ ബ്രോക്കർമാരില്ലാത്തതുകൊണ്ട് ഞാനൊരു വില പറഞ്ഞ് ഈ അത് സമ്മതിക്കുകയും ചെയ്ത്. നിലവിൽ ഇവിടുത്തെ മാർക്കറ്റ് റേറ്റിനേക്കാളും ഞാൻ കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? പുറത്ത് വേറെ ആരെങ്കിലും കാണിച്ചാൽ ഇതിനേക്കാളും വലിയ വില കിട്ടിക്കൂടായില്ല. ആ നിലക്ക് ഞാൻ പറഞ്ഞ വില കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ വിലനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പെട്ടെന്ന് പൈസ കിട്ടണമെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. അല്ല, ഇത് വിറ്റെന്ന് ഉറപ്പായാലേ ഓരോരുത്തരും ഇങ്ങനെ വരും. ഈ കച്ചവടം എനിക്ക് ഭയങ്കര നഷ്ടമായി. ആചാര്യക്ക് നല്ല കിട്ടലായി. ഇതിനേക്കാളും കൂടുതൽ ഞാൻ വാങ്ങിത്തരുമായിരുന്നു. വലിയ വിലക്കെടുക്കാൻ വേറെ ആളുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ അനക്ക് മനസ്സിലൊരു ഈശലുണ്ടാവും. അതൊന്നുമില്ല ആചാരെ. അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്കറിയാലോ. ഇനി അഥവാ നിനക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയാല് വന്ന് പറഞ്ഞാ മതി, ഞാൻ കച്ചവടം കഴിഞ്ഞേരാ. ഏതായാലും കുറച്ചു ദിവസം ഈ നല്ലോണം ഒന്ന് ആലോചിക്ക്. രജിസ്ട്രേഷൻ എന്റെ ആലോചന കഴിഞ്ഞിട്ടാവാം നമുക്ക്. എന്നാ ആധാരം തൽക്കാലം എന്റെ കയ്യിൽ തന്നെ വെച്ചോ. ആചാരെ, ഈ സമയത്ത് നിങ്ങൾ അങ്ങനെ പറയരുത്. പെട്ടെന്ന് പൈസന്റെ ആവശ്യം വന്നതുകൊണ്ടാ. ഈ പറഞ്ഞ 1.5 ലക്ഷം ഞാൻ നാളെ തന്നെ തരുടോ. രജിസ്ട്രേഷൻ മാത്രമേ നീട്ടി വെക്കണുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ എന്നൊന്ന് പേടിപ്പിക്കാനാണോ? റൌഫ് അക്കരെ പോയി രക്ഷപ്പെടട്ടെ. എന്നാ പേടിക്കണോ? അബ്ദുറഹ്മാനെ വന്നാ. എന്നാ പോട്ടെ. ആ ആ ഈ ഇമ്മാന്റെ കരച്ചിൽ കേട്ടാ തോന്നും ഇവിടെ ആരോ മരിച്ചിട്ടുണ്ടെന്ന്. ഉമ്മ 6 മാസം കൂടി നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അതിൻ്റെ ഉള്ളിൽ ഒരു 10-20 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീടിന്റെ തറയെങ്കിലും ഞാനതിൽ കെട്ടും ഇൻഷാ അല്ലാ. അല്ലെങ്കിലും ഈ വീട് എന്നോ പൊളിച്ചു കളയാനായിട്ടുണ്ട്. ഉമ്മാനെയും ഉപ്പാനെയും നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കാന്നുള്ളത് കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു സ്വപ്ന. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ദുബായിക്ക് പോണത്. ഗൾഫിലെത്തി നല്ലൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ലമ്മ. ഇതമ്മ